ഇതിന്റെ മുമ്പ് കൂടെ പഠിച്ചിരുന്ന ആളായിട്ട് എനിക്ക് വൺ സൈഡ് റിലേഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയോട് നല്ല രീതിയിൽ ചാറ്റും കോൺവെർസേഷൻ കോളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് എന്തോ ഒരു കാര്യം ആദ്യം അറിഞ്ഞിട്ടായിരുന്നില്ല, പെട്ടെന്ന് ആ കോൺവെർസേഷൻ കട്ടായി. പിന്നീട് കുട്ടി എന്നോട് മിണ്ടാതൊക്കെ. പിന്നെ ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ഈ റീസൺ എന്താന്ന് അറിഞ്ഞത്. അതായത് പുള്ളിക്ക് ആദ്യം ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അത് ടോക്സിക് ആയതിനു കാരണം അത് ആ റിലേഷൻ ഒഴിവാക്കിയിട്ട് രണ്ടാമത് വേറൊരു റിലേഷനിലോട്ട് പോയി എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് ഒരാളെ ഇങ്ങനെ ചേഞ്ച് ആക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം അത് പുള്ളിക്കാരി വേറെ രീതിയിൽ ചിന്തിച്ചു. അതായത് പുള്ളിക്കാരി ഒരു മോശം രീതിയിലാണ് പറഞ്ഞു ഫീലായി. പിന്നെ അതിന്റെ ദേഷ്യം ഇപ്പോ ആയിട്ടും മാറിയിട്ടുണ്ടായില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറെ മുമ്പ് പിന്നീട് ഞാൻ അങ്ങോട്ടേക്ക് ഫോൺ ചെയ്തിട്ട് കോൺവെർസേഷൻ പിന്നീട് സ്റ്റാർട്ടായി. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും ആരുമില്ല, അപ്പം ഇങ്ങനെ ഫ്രണ്ടായിട്ട് കണ്ട് സംസാരിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും സ്റ്റാർട്ടായി. പിന്നെ അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ ഫ്രണ്ടിന്റെ ഒരു റിലേറ്റീവിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞത് ആ പുള്ളിക്കാരി നേരെ അവരോട് പോയി പറഞ്ഞിട്ട് ആ ഫാമിലിയിൽ ഇഷ്യൂ ആയതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് വിളിച്ചതൊന്നുമില്ല. പിന്നെ ആർക്കും മെസ്സേജ് അയച്ചപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ എനിക്ക് ഇഷ്ടമല്ല, മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവായി. പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് മെസ്സേജ് അയക്കുന്നതിൽ വിളിക്കുന്നതിന് നല്ലതാണോ, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി ഇത് മറന്നിട്ടുണ്ടാവോ, അതൊരു പ്രശ്നം സോൾവ് ആക്കണം. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആ കുട്ടിയുടെ പേര് റിലേറ്റഡ് ആയില്ലോ, എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു മൂവി അങ്ങനെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അതെന്നെ ഓർമ്മ വരും.